ഒരു സ്വഹാബി തോട്ടത്തിൽ കിടക്കുന്ന നേരത്താണ് റസൂലുള്ളാഹി വഫാത്തായി എന്ന വാർത്ത കിട്ടിയത്. താൻ കിളച്ചുകൊണ്ടിരിക്കുന്ന മൺവെട്ടി താഴെ വെച്ച് നേരെ റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി അല്ലാഹുമ്മ അഅ്മിനി യാ റബ്ബി, പഠിച്ചവനെ എന്നെ ഇപ്പോൾ തന്നെ കുരുടനാക്കണേ റബ്ബേ, ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിന ഹദാ. ഈ റസൂലുള്ളാഹിക്ക് ശേഷം ഇനി ആ കണ്ണുകൊണ്ട് എനിക്കൊരാളെയും കാണണ്ടെന്ന് ദുആ ചെയ്തു. ആര്? മുഅ്മിനീങ്ങളെ, മരിച്ചാലും മരിക്കാത്ത ചില കർമ്മങ്ങളുണ്ട്. നാഫിയായ ഇൽമ പ്രചരിപ്പിച്ചവൻ മരിച്ചാലും മരിക്കുകയില്ല. ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾ അവരെ മരിച്ചാലും മരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ സത്യത്തിന്റെ സമർപ്പണത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ആളുകൾ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാ. സൂറത്തുൽ ബഖറ 154. വലാ തഖൂലു, ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരെ പറ്റി ഒരിക്കലും പറഞ്ഞു പോകരുത്. അംബാതൻ, മരിച്ചവരാണെന്ന് പറയരുത്. ബൽ അഹ്യാ, അവരിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ 154. അഥവാ മരിച്ചാലും ചില ആളുകൾ മരിക്കില്ല, അവർ ജീവിക്കും. ഒരായത്തെ അവർ മരിച്ചുകൊണ്ട് പറയരുത്, ഒരായത്തെ പറയരുതെന്ന് മാത്രമല്ല വിചാരിക്കരുത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആല ഇംറാൻ 169. കേട്ടോളും, ഞാൻ 2 മരണം കാണിച്ചുതരാം. ചില ആളുകൾ മരിച്ചാൽ മരിച്ചു എന്ന് പറയരുത്, പറയില്ലെങ്കിലും വിചാരിക്കുകയും ചെയ്യരുത്. പറയാനും പാടില്ല, വിചാരിക്കാനും പാടില്ല. ചില ആളുകൾ കാര്യങ്ങൾ പറയൂല പക്ഷെ വിചാരിക്കും. ചില ആളുകൾ കാര്യങ്ങൾ പറയൂല പക്ഷെ വിചാരിക്കും. ഒച്ചങ്ങനെ കമ്മിയാവുന്നത് കേട്ടാൽ കണ്ടപ്പോൾ സഹസ്ര ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, ഇന്നിപ്പോൾ ഇത് ഒഴിവാവും, ഇന്ന് തീരുന്നവരെ ഒച്ച ഉണ്ടാവില്ലേ, പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ വിചാരിക്കും. ഇത് വിചാരിക്കാനും പാടില്ല. വലാ തഹ്സബന്നല്ലദീന, ഈ ഒച്ച കൊണ്ട് ഒരു അന്യായത്തിന് വേണ്ടി അടുത്ത കാലത്ത് വാദിച്ചിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പിന്നെ അത് നിലനിർക്കും. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഒന്നും വിചാരിക്കരുത്, പറഞ്ഞു പോയതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാ. അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവര് മരിച്ചു എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടും ദീനിന് നേട്ടമുണ്ട് എന്ന് കരുതി പറഞ്ഞതാണ്. നേട്ടമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതവരുടെ ബുദ്ധിമോശം എന്നേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. വളരെ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ വളരെ ആലോചിക്കണം. അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരും മരിച്ചു എന്ന് പറയരുത്, ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യരുത്. കാരണം അവരാരാണ് ഇപ്പോഴും, അവർക്ക് ജീവനുണ്ട് എന്നല്ല, ബല്ലഹ്യാവും, അവരിപ്പോഴും ജീവിക്കാണ്. എപ്പോഴാ ആയത്തിറങ്ങിയത്? എപ്പോഴായി ആയത്തിറങ്ങിയത്? ഈ ആയത്തിറങ്ങിയത് സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഓടിക്കളിച്ചു സയ്യിദ്നാ ഹംസ. ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് 70 ശുഹദാക്കളെ കൂട്ടത്തിൽ പാറിക്കളിക്കുകയായിരുന്നു സയ്യിദ്നാ ഹംസ. അപ്പോൾ അവര് തമ്മിൽ പറഞ്ഞു, മയുഖ്ബിറു അന്നാ ലിഇഖ്വാനിനാ ബിൽ മദീന. നമുക്ക് ഇത്ര വലിയ സന്തോഷമാണ് എന്ന് മദീനയിലെ നമ്മൾ ആളുകൾക്ക് ആരാണെന്ന് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അവർ സ്വർഗത്തൂടെ പറന്നു കളിക്കുകയായിരുന്നു. ആര്? സയ്യിദ്നാ ഹംസ. ആ മനുഷ്യൻ സമർപ്പിച്ചു, എന്ത്? ജീവൻ സമർപ്പിച്ചു. പിന്നെയോ ആ മനുഷ്യന്റെ ചെവി സമർപ്പിച്ചു. ആ മനുഷ്യന്റെ ചെവി എടുത്തിട്ട് ഖുറൈശി പെണ്ണുങ്ങൾ വളയാക്കി അണിഞ്ഞു. ആ മനുഷ്യന്റെ മൂക്കെടുത്തിട്ട് അവരെ മാല കോർത്ത് മാലയാക്കി അണിഞ്ഞു. എല്ലാം സമർപ്പിച്ചു സയ്യിദ്നാ ഹംസ.
സ്വർഗത്തിലൂടെ അങ്ങനെ പറക്കണ നേരത്ത് പറഞ്ഞു, ആരാണിത് റബ്ബ്? ഒന്ന് മദീനയിൽ പോയി പറയാം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, മദീനയിലുള്ള ആളുകൾക്ക് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോഴാണ് മലക്ക് ജിബ്രായീൽ, അപ്പോഴാ ജിബ്രീൽ ഇറങ്ങിയത്. സ്വലാത്തുല്ലാഹ് നിങ്ങൾ പറഞ്ഞു പോകരുത്, ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹു തആല പറഞ്ഞു, കാരണം അവരവിടെ ജീവിച്ചാണ്, കളിക്കാണ്. സത്യത്തിന് വേണ്ടി മരിച്ചു. മഹാനായ ഹബീബുൻ നജ്ജാർ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. മഹാനായ ഹബീബുൻ നജ്ജാർ ഇസ്ലാമിന് വേണ്ടി ജീവാഹൂരി നടത്താൻ വേണ്ടി, സത്യത്തിന് നിലനിർത്താനും അസത്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയും തന്റെ ഗ്രാമത്തിൽ നിലകൊണ്ട മഹാനാണ് ഹബീബുൻ നജ്ജാർ. ചിന്തിക്ക, ശത്രുക്കൾ അദ്ദേഹത്തെ വകവരുത്തി എറിഞ്ഞിടുകയും മുർസലീങ്ങളെ എറിയാൻ കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ട് മഹാനവർകളെ എറിയുകയും മഹാനവർകൾ വീഴുകയും ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഉദരത്തിൽ ചവിട്ടുകയും അദ്ദേഹത്തിന്റെ ബേക്ക് ഭാഗം പൊട്ടിയിട്ട് കുടല് പുറത്തു വന്ന് മരിച്ചുപോയി ഹബീബുൻ നജ്ജാർ. ഇനി എന്തായത്? ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മരിച്ചിട്ട് സ്വർഗത്തിലാക്കി അല്ലാഹു ഉടനെ തന്നെ. ഖീല ദുഖുലിൽ ജന്ന, ഉടനെ സ്വർഗത്തിലാക്കി. സ്വർഗത്തിന് വഅൽ പറഞ്ഞു, വഅലാണ് പറഞ്ഞു, സ്വർഗത്തിൽ പറഞ്ഞ വഅൽ ഇവിടെ കേട്ടു. മനസ്സിലായില്ല? നമ്മൾ ഇവിടെ പറയുന്ന വഅൽ ഇവിടെ കേൾക്കുന്നുണ്ടാവില്ല. സ്വർഗത്തിൽ പറഞ്ഞ വഅൽ ഇവിടെ കേട്ടു. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഹബീബായ നബി പറഞ്ഞു, അന്നാസിഹു ഹയ്യൻ വമൈതൻ സാഹിബു യാസീൻ. യാസീനിൽ പറഞ്ഞ മഹാൻ ജീവിച്ചപ്പോഴും വഅൽ പറഞ്ഞു, മരിച്ചിട്ടും വഅൽ പറഞ്ഞു എന്ന് പറഞ്ഞു ഹബീബായ നബി. എന്ത് പിന്നെ എങ്ങനെ അവർ മരിച്ചിട്ടുണ്ടോ? അതാണ് വലാ തഹ്സബന്ന, അവര് മരിച്ചു എന്ന് വിചാരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഇനി നേരെ തിരിച്ച് അൽ-ബഖറ 161. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും സത്യനിഷേധിയായി ചത്തുപോയാൽ അള്ളാന്റെ ശാപം അവനുണ്ടാകും. പിന്നെയോ മലക്കുകളുടെ ശാപമുണ്ടാകും. വന്നാസി അജ്മഈൻ, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ നല്ല മനുഷ്യരുടെയും ശാപം അവനുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ ശപിക്കപ്പെട്ടവരാകും, അന്ത്യനാൾ വരെ ശപിക്കപ്പെടും. കാരണം അവൻ തിന്മയുടെ ഒരു കണ്ണിയായിരുന്നു, തിന്മയുടെ പ്രചാരകനായിരുന്നു. തിന്മയുടെ ഒരു കണ്ണിയായി എന്നതിൻ്റെ പേരിൽ, തിന്മയുടെ പ്രചാരകനായി എന്നതിൻ്റെ പേരിൽ അവൻ അന്ത്യനാൾ വരെ ശപിക്കപ്പെടുമെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്ക്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് റബ്ബിലേക്ക് ഇതൊന്ന് ചിന്തിക്കാം. ചില മരണങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നമുക്ക് ചില മരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. എന്നിട്ട് നല്ലവരായി ജീവിക്കാനുള്ള ഒരു വഴിയെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. ഒന്ന് സയ്യിദ്ന ആദം, വിനയത്തിന്റെ മൂർത്തിഭാവമാണ് ആദം. സയ്യിദ്ന ആദം അള്ളാഹു പുറത്താക്കിയ അന്ന് മുതൽ മരണം വരെയുള്ള പ്രാർത്ഥന എന്താ? റബ്ബന വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആയുസ് മുഴുവനും ഇത് പ്രാർത്ഥിച്ച ആളാണ് സയ്യിദ്ന ആദം അലൈഹിസ്സലാം. മരിള ആദമു ഖബല മൗതിഹി 11 ദിവസം രോഗിയായി സയ്യിദ്ന ആദം.
വതലബ മിൻ ഇബ്നിഹി ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അൻ യക്തുബ വസിയതഹു വസിയത്ത് എഴുതി വെക്കാൻ കൽപ്പിച്ചു. പിന്നെയോ വയഹ്തഫിലു ബിഹാ വലാ യത്ലഉഹാ ലിഅഖീഹി ഖാബീൽ, അത് സൂക്ഷിക്കാൻ പറഞ്ഞു, അത് ഖാബീലിന് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു സയ്യിദുനാ ആദം. لأنه لم يكن راضيا عنه بسبب قتله أخيه هابيل, ഹാബീലിനെ കൊന്ന കാരണത്താൽ മരണം വരെ റബ്ബിലേക്ക് ഇതൊന്ന് ചിന്തിക്കുക. ചില മരണങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം, നമുക്ക് ചില മരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. എന്നിട്ട് നല്ലവരായി ജീവിക്കാനുള്ള ഒരു വഴിയെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. ഒന്ന് സയ്യിദുനാ ആദം, വിനയത്തിന്റെ മൂർത്തിഭാവമാണ് ആദം, സയ്യിദുനാ ആദം. അള്ളാഹു പുറത്താക്കിയ അന്ന് മുതൽ മരണം വരെയുള്ള പ്രാർത്ഥന എന്താ? റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആയുസ് മുഴുവനും ഇത് പ്രാർത്ഥിച്ച ആളാണ് സയ്യിദുനാ ആദം. മരിള ആദമു ഖബല മൗതിഹി ബിഹദഅശറ യൗമാ വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വശജറു യസ്ജുദാൻ. സൂര്യൻ 7 ദിവസം ഗ്രഹണം ബാധിച്ചു എന്നാണ് ലിമൗതി ആദമ, സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം കാരണം. وقد اجتمعت الملائكة بأمر من الله بعد أن بعث بكفنه وحنوته من الجنة. സ്വർഗത്തിൽ നിന്ന് എല്ലാ സംസ്കരണ വസ്തുക്കളെയും കൊണ്ട് അള്ളാഹു മലക്കുകളെ അയച്ചു. എല്ലാ സംസ്കരണങ്ങളും ചെയ്തത് ആരാണ്? മലക്കുകളാണ്. സ്വർഗത്തിൽ വന്ന മലക്കുകൾ. ആരുടെ? കുളിപ്പിച്ചത്, അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ചത്, കഫൻ ചെയ്തത്, ഫഹഫറുൽ ഖബറ, ഖബർ വെട്ടിയത് ആരാ? മലക്കുകളാ. മൂസാ നബിക്ക് ഖബർ വെട്ടിയത് മലക്കുകളാ. ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വലിയ സഹായിയായിരുന്നു, സത്യത്തിന്റെ സഹായിയായിരുന്നു സയ്യിദുനാ ആദം. വലിയ വിനയാന്യതനായിരുന്നു സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അങ്ങനെ മാത ആദമു യൗമൽ ജുമുഅ, ആദം നബി മരിച്ചത് ജുമുഅ ദിവസത്തിലാവുന്നു. സയ്യിദുനാ ആദം ജുമുഅ ദിവസം മരിച്ചത്. ആദം നബിയെ സൃഷ്ടിച്ചതും ജുമുഅ, സൃഷ്ടിച്ചത് ജുമുഅ ദിവസം, സ്വർഗത്തിലാക്കിയത് ജുമുഅ ദിവസം, സ്വർഗത്തിൽ നിറക്കിയത് ജുമുഅ ദിവസം, ഭൂമിയിൽ വന്നത് ജുമുഅ ദിവസം, മരിച്ചത് ജുമുഅ ദിവസം. അതാണ് ജുമുഅയുടെ പ്രത്യേകത. എന്താ ഇന്നലത്തെ പ്രത്യേകത? ഫീഹിയ ഖുലിഖ ആദമു ഖാല റസൂലുള്ളാഹി, അന്നാണ് ആദമിനെ പടച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖബറുഹു ഫീ മക്ക ഫീ ഗാരി അബീ ഖുബൈസ്, അബൂ ഖുബൈസ് പർവതത്തിലാണ് ആദം നബിയുടെ ഖബറുള്ളത്. പ്രധാന അഭിപ്രായം, ഒരഭിപ്രായം ഇന്ത്യയിലാണെന്നുമുണ്ട്, ഒരഭിപ്രായം ഇന്ത്യയിലാണെന്നുമുണ്ട്. മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട അഭിപ്രായം അബൂ ഖുബൈസ് പർവ്വതത്തിലെ ഒരു ഗുഹയിലാണ് ബഹുമാനപ്പെട്ട ഖബർ ആദം. അവിടുത്തെ ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു അൻഹ പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്. ആദ്യം ഭർത്താവ്, പിന്നെ ഭാര്യ. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭാര്യ വഫാത്തായത്. അത് നല്ല ലക്ഷണമായി പറയപ്പെടുന്നുണ്ട്. 1ാമത്തെ ശൈലി അങ്ങനെയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ആദ്യം ഭർത്താവ്, പിന്നെ ഭാര്യ. ഭർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള സൗകര്യം മുഴുവൻ ആർക്കുണ്ടായി? ഭാര്യ. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മഹദിയുടെ ഖബർ ജിദ്ദയിലാണെന്നാണ് പ്രധാന അഭിപ്രായം. ജിദ്ദ, ജദ്ദ, ജദ്, ജദ്ദത്ത്, ജദ്ദത്ത്, ജിദ്ദ. മനസ്സിലായില്ലേ? ജദ്ദത്താണ് ജിദ്ദ. എവിടെ? ആര്? മനസ്സിലായില്ലേ? ജദ്ദത്ത് എന്നാൽ വല്യമ്മ. വല്യമ്മ ആരാ? ഹവ്വാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. വളരെ ചിന്തിക്കണം. സുവർണമായ ഒരു ജീവിത ചരിത്രമുള്ള ആളാണ് മഹാനായ സയ്യിദുനാ നൂഹ്. അനവധി പ്രവാചകന്മാരായ മക്കൾ,
മാത്രമല്ല മഹാനായ സാം അതിലേറ്റവും പ്രധാനിയായിരുന്നു. സാമിന്റെ കീഴിൽ ഇസ്ലാം പരിലസിക്കുന്നത് കണ്ടിട്ടാണ് മരിച്ചത് മഹാനായ സയ്യിദുനാ നൂഹ്. എല്ലാ സൗകര്യങ്ങളും ചെയ്തത് മഹാനായ സയ്യിദുനാ നൂഹാണ് അലൈഹിസ്സലാം. ഫലസ്തീനിലാണ് ഖബർ എന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം. സാമിന്റെ ഖബറും ഫലസ്തീനിലാണ്. അതായത് തൂഫാൻ കഴിഞ്ഞിട്ട് 10 കൊല്ലം ജീവിച്ചു എന്ന പ്രധാന അഭിപ്രായം. ആ 10 കൊല്ലം പരിശീലനത്തിന് വേണ്ടി അങ്ങോട്ട് തെരഞ്ഞെടുത്തു. മക്കളുടെ പരിശീലനം ആര്? നൂഹ് നബി അലൈഹിസ്സലാം. ഏതുപോലെ മക്ക ഫതഹ് കഴിഞ്ഞപ്പോൾ സ്വഹാബികളെ പരിശീലനത്തിലാണ് ഹബീബായ റസൂലുള്ളാഹ് കൂടുതൽ സമയം ചെലവഴിച്ചത്. മുസ്തഫ നബി മദീനയിൽ നിൽക്കും. മറ്റു യാത്രകൾക്കൊക്കെ പടകളെ പറഞ്ഞയച്ചത് ഒറ്റക്ക, റസൂലുള്ളാഹ് ഉണ്ടാവില്ല സ്വല്ലല്ലാഹു, അപൂർവം. ഹബീബായ റസൂലുള്ളാഹി കാര്യങ്ങൾ മുഴുവനും മറ്റുള്ളവരെ ഏൽപ്പിക്കും എന്ന് മാത്രമല്ല 7 ദിവസത്തോളം മദീനയിൽ ഇമാം ജമാഅത്തിന് നമസ്കരിച്ചത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിൻഗാമിയായ മഹാനായ സിദ്ദീഖുൽ അക്ബറാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയാ ചരിത്രം. പിൻഗാമികൾക്കൊക്കെയും ഈ അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം മക്കളെ അരികിൽ വിളിച്ച ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അൽ ബഖറ 132. മക്കളെ അരികിൽ വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. മക്കളെ നന്മ കൊണ്ട് ഉപദേശിച്ചു. മക്കളെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പോഴത്തിന് ഫലസ്തീൻ മുഴുവനും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്ഹാഖിന്റെ കീഴിലായിരുന്നു. അറബ് ലോകം പ്രധാനമായി മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കീഴിലായിരുന്നു. അതെല്ലാം കണ്ട് സന്തോഷിച്ചാണ് മരിച്ചത്. എവിടെ മരിച്ചു? ഫലസ്തീനിൽ സാറാ ബീവിയുടെ തൊട്ടടുത്താണ്. പ്രധാനപ്പെട്ട അഭിപ്രായം ഇബ്രാഹിം നബിയുടെ മുമ്പാണ് സാറാ ബീവി മരിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട അഭിപ്രായം. തനിക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച വലിയ മഹദിയായിരുന്നു ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് സാറാ ബീവിയുടെ പരിസരത്ത് കിടക്കണമെന്നുള്ള താല്പര്യം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ. ഇനി നേരെ എതിരാളിയെ പറയാം. ഇബ്രാഹിം നബിയുടെ പ്രധാനപ്പെട്ട എതിരാളി ആരാ? നമ്രൂദ്. എന്താ നമ്രൂദിന്റെ കഥ? ഇനി ചിന്തിച്ചോളൂ. ലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിമ ഫീ റബ്ബി അനാതാഹുല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹീ വയുമീത് ഖാല അന ഉഹീ വയുമീത് ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദി കഫർ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാദപ്രതിവാദത്തിന് വിളിച്ചു നമ്രൂദ്. ഉറക്കെ പറ നമ്രൂദ്. ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ആരാണ് എന്റെ പഠിച്ചവൻ? അപ്പോൾ പറഞ്ഞു, യുഹീ വയുമീതു, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ നമ്രൂദ് പറഞ്ഞു, എന്ത്? ജീവിപ്പിക്കാനും മരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ജയിലിൽ കിടക്കുന്ന 2 ആളെ ജയിലിൽ നിന്ന് വിട്ടുകൊണ്ടുവരാൻ നമ്രൂദ് കൽപ്പന കൊടുത്തു ലഅനത്തുല്ലാഹി അലൈഹി. എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ 2 ആളുടെയും, എന്താ നിങ്ങൾക്ക് 2 ആൾക്കും വിധിക്കപ്പെട്ട ശിക്ഷ എന്താണ്? അവര് പറഞ്ഞു, വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവരാണ്. ഒരാളെ നമ്രൂദ് കൊല്ലാൻ കൽപ്പിച്ചു, കൊന്നു. ഒരാളെയോ അയാളോട് പറഞ്ഞു, എന്റെ വധശിക്ഷ ഞാൻ ഇളവ് ചെയ്തിട്ടുണ്ട്, ഈ പോയിക്കോന്നും പറഞ്ഞു. അഥവാ ഒരാളെ കൊന്നു, ഒരാളെ മരിപ്പിച്ചു, ഒരാളെ. അപ്പോൾ പറഞ്ഞു, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് പടച്ചവനെങ്കിൽ നിന്റെ പടച്ചവൻ ഞാൻ തന്നെയാ. നീ കണ്ടില്ല, എന്റെ കണ്ണിന്റെ മുന്നിലാ കണ്ടത്. ഒരാളെ ഞാൻ മരിപ്പിച്ചു, ഒരാളെ ഞാൻ ജീവിപ്പിച്ചു. ഇങ്ങനെ ജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും മരണത്തിന്റെയും അധിപതിയായി വിലസി നടന്നിരുന്ന നമ്രൂദ് എങ്ങനെയാ മരിച്ചത്? ഒരു ചെറിയ ചെള്ള്, ഒരു ചെറിയ പ്രാണി നമ്രൂദിന്റെ തലയിലേക്ക് അവിടെ കയറി, ഇതിലട് കയറി, മൂളിയിട്ട് കയറി. അത് അവിടെ കിടന്നത് പെറ്റി പെരുകി. അവിടെ കിടന്ന് പെറ്റി പെരുകി.
അതിന്റെ തലയുടെ ഉള്ളിൽ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക, നല്ല രസം. ഇതങ്ങോട്ട് പെറ്റി പെരുകി തല മുഴുവനും തലച്ചോറും തല മുഴുവനും പ്രാണികൾ കൊണ്ട് നിറഞ്ഞു. അവസാനം സ്വന്തം തല കെട്ടിടത്തിന്റെ വിവിധങ്ങളായ താനുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അടിക്കാൻ ഒരുങ്ങി രാജാവ് നമ്രൂദ്. മക്കൾക്ക് ഇത് കണ്ടിട്ട് അലിവ് തോന്നിയപ്പോൾ ബാപ്പായുടെ ഈ തല ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട് ബേജാറായ മക്കൾ 2 ഖാദിമീങ്ങളെ ഏർപ്പെടുത്തി. 2 ഖാദിമീങ്ങൾ 2 ചെരുപ്പെടുത്തിട്ട് നമ്രൂദിനെ അടിച്ചു. ലഅനത്തുല്ലാഹി അലൈഹി. ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ നമ്രൂദിനൊരു സുഖം ലേശം നേരം. ഒരു മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിൽ ഏറ്റവും നിന്ദ്യമായ സാധനമാണ് ചെരുപ്പ്. ചെരുപ്പ് കൊണ്ട് ഒരാൾ ഇങ്ങോട്ടൊരു അടി അടിക്കുമ്പോൾ മറ്റേ ആൾ ഇങ്ങോട്ടടിക്കും. ഇങ്ങനെ അനവധി കാലം കൊല്ലങ്ങളോളം ചെരുപ്പിന്റെ അടികൊണ്ടാണ് നമ്രൂദ് ചത്തുപോയത്. ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ ചിന്തിക്കണം. എന്നാ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വച്ഛന്തമായ മരണം മരിച്ചു. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം ഈ പറഞ്ഞ കാര്യം. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞ നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി നിന്ദ്യനായി നികൃഷ്ടനായി മരിച്ചു. സയ്യിദുനാ ഇബ്രാഹിം അനവധി ആയിരക്കണക്കായ മലക്കുകളെ ബഹുമാനപ്പെട്ടവർക്ക് മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു ഫലസ്തീനിലേക്ക് ഇറക്കി. അനവധി മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ടവരുടെ മയ്യിത്ത് നമസ്കാരം നടന്നു. സാറാബിയുടെ ഖബറിന്റെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന സദാ സാറാബീവിയുടെ ഖബറിന്റെ പരിസരത്താണ് ഖബർ ഇബ്രാഹിം. മറ്റൊരു ഉലുൽ അസ്മാണ് സയ്യിദുനാ മൂസ. എല്ലാം കൂടെ വിശദീകരിക്കാൻ നേരല്ല, കുറെ കാര്യത്തിലേക്ക് ഇറങ്ങാണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ വേണ്ടി അസ്രായേൽ ഇനി തിരിച്ച് കേട്ടോളൂ. ഒരു രാജാവിന്റെ കുതിരയുടെ ജീനി പിടിച്ചു നിർത്തി. എങ്ങനെയാ നിനക്ക് ധൈര്യം വന്നു ചോദിച്ചപ്പോ പറഞ്ഞു രാജാവ്, ഞാന് മലക്കുൽ മൗട്ടാണ്, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്കതിന് അധികാരമുണ്ട്. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. സയ്യിദുനാ മൂസ കൊടുത്തൊന്ന് ആര്? അസ്രായേൽ. സയ്യിദുനാ അസ്രായേൽ. ഖാസിമിക്ക് ഇന്ന് പിച്ചും പേയും പറയാണ്ട് വിചാരിക്കണ്ട. സ്വഹീഹുൽ ബുഖാരി ആദ്യം കൊണ്ട് കൊടുത്തു. ഐനൈഹി 2 കണ്ണുകൂട്ടി ആദ്യം കൊടുത്തു. ഫറജഅ അസ്രായേൽ. അടി കിട്ടിയപ്പോൾ അസ്രായേൽ ഇലാ ഹദറത്തി റബ്ബിന്റെ ഹദറത്തിലേക്ക് മടങ്ങി. എന്നിട്ട് അസ്രായേൽ പറഞ്ഞു, അർസൽതനീ ലിലാ മൻ യുരീദുൽ മൗത. മരിക്കാൻ പൂതിയില്ലാത്ത ഒരാളടുത്തേക്കാണല്ലോ നീ എന്നെ അയച്ചത്. ആരോട് പറഞ്ഞു? അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, മരിക്കാനൊക്കെ അയാൾക്ക് പൂതിയുണ്ട്, പക്ഷെ അതപ്പോട് പെരുമാറണം. എന്റെ മൂസയാണ്, ഒരടിക്കൊരു ബുദ്ധിയെ കൊന്ന ആളാണ്. നിനക്കറിയോ എന്റെ മൂസക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ നല്ല അദബിൽ പോയി സലാം പറഞ്ഞ് ഇവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് അള്ളാന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇവിടേക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് റൂഹിനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്ക്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. മടങ്ങി വന്നു സയ്യിദുനാ അസ്രായേൽ. എന്നിട്ട് പറഞ്ഞു, ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കാളക്കൂറ്റന്റെ പുറത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കൈയിന്റെ ഉള്ളിൽ എത്ര രോമം ഉൾപ്പെടുമോ അത്രയും കൊല്ലം ആയുസ് തരാമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് അദബ് കേട് കാട്ടിയതിന് പ്രായശ്ചിത്തമായി അത്രയും കൊല്ലം ഭൂമിയിൽ തരാമെന്ന് അള്ളാഹ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ മരിക്കണല്ലോ, അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അതാണ് ചോദിക്കേണ്ടത്, പിന്നെന്താ വേണ്ടത്? ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോൾ. എനിക്ക് ഖർരിബിനി ഇലൽ ഖുദ്സി, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് വെച്ച് മരിക്കണമെന്നാണ് എൻ്റെ കൊതി. അതാണ് എൻ്റെ ആവശ്യം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ എൻ്റെ റൂഹിനെ പിടിച്ച എൻ്റെ ആവശ്യം നടക്കില്ല.
അതുകൊണ്ട് എന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കുക. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചു മഹാനായ സയ്യിദ്നാ മൂസ. അവിടെ വെച്ച് റൂഹിനെ പിടിച്ചു എന്നല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖുദ്സിന്റെ താഴ്വരയിലേക്ക് മൂസ നബി എത്തിയപ്പോഴുണ്ട് കുറെ ആളുകൾ നിന്ന് ഖബറുകളെ കൊണ്ടു. അപ്പോൾ മനസ്സിലായി ഈ ഖബറുകളൊക്കെ ആളുകള് മലക്കുകളാണ്. നേരെ ചെന്നിട്ട് മൂസ നബി അവരോട് ചോദിച്ചു, ആർക്ക് വേണ്ടി ആ ഖബറുകളൊക്കെ ഉള്ളത്? അപ്പോൾ അവര് പറഞ്ഞില്ല, റജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി ഇലാ ലിറജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി. അപ്പൊ വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഖബറുകളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു മലക്കുകള്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഖബറിന്റെ അടിയിലൊന്ന് ഇറങ്ങിക്കിടന്ന് നോക്കൂന്ന് പറഞ്ഞു മഹാനായ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖബറിന്റെ അരികിൽ ഇറങ്ങിക്കിടന്നു. നോക്കുമ്പോൾ മനോഹരമായ അത്ഭുതങ്ങൾ ഖബറിന്റെ അടിയിൽ മഹാനായ മൂസ നബി കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് മൂസ നബിയുടെ റൂഹിനെ പിടിക്കുകയും എല്ലാവിധ മറ്റു കാര്യങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട മലായികത്തുൽ കിറാം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ തക്ഫീന്, തഗ്സീല്, തക്ഫീന്, ഹനൂത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മലക്കുകളാണ്. ആരുടെ? മൂസ നബിയുടെ. ഇനി നേരെ എതിരാളി ആരാ? നേരെ എതിരാളി ഫിർഔൻ. എങ്ങനെയാ ചത്തത്? ചെങ്കടലിൽ മുങ്ങിച്ചത്തപ്പോൾ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മൂസയെ കൊണ്ട് വിശ്വസിച്ചു. ഈ മൂസ നബിയെ നേരത്തെ എന്ത് പറഞ്ഞോനാ? അമാന ഖൈറുൻ, ഞാനാണോ യോഗ്യൻ? ഇതോ ഈ നീചനാണോ യോഗ്യൻ? മഹാനായ സയ്യിദ്നാ മൂസ മിൻ ഹാദല്ലദി അമാന ഖൈറുൻ മിൻ ഹാദല്ലദി ഹുവ മഹീൻ വലാ യകാദു യുബീൻ ഫലൗലാ അലൈഹി ഉൽഖിയ അലൈഹി അസ്വിറതും മിൻ ദഹബ് ഔ ജാഅ മഅഹുൽ മലായികതു മുഖ്തരിനീൻ. ഞാനാണോ യോഗ്യൻ? അതല്ല. ഞാനാണോ യോഗ്യൻ? അതല്ല. ഈ നീചനാണോ യോഗ്യൻ എന്ന് ചോദിച്ച ആളാണ്. ആരെ കുറിച്ച്? മൂസ നബിയെ കുറിച്ച് ചോദിച്ചു. ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ചിന്തിക്ക്. പിന്നെ അവൻ മൂസ നബിയോട് പറഞ്ഞു, മൂസ, ആരാ നിന്റെ പടച്ചോൻ? അപ്പോൾ പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കണവനാണ്. ഫിർഔൻ പറഞ്ഞു, എന്നാലും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും നിന്റെ പടച്ചവനേക്കാൾ വലിയവൻ ഞാനാ. എന്തുകൊണ്ട്? മഴ പെയ്താ പോരാ, മഴ ഭൂമിയിലെത്തിയാൽ ഭൂമി കൊടുക്കണ്ടേ? ഭൂമിയുടെ അധികാരി ഇപ്പോൾ ഞാനാ. ഈ കാണുന്ന ഭൂമിയിലേക്ക് വെള്ളം വീഴണോ വീഴണ്ടെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴകൾ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അത്രയും വലിയവനാ. അങ്ങനെയുള്ള മൂസ നബിയെ നീചനെന്ന് പറഞ്ഞ ഫിർഔൻ ഉറക്കപ്പറ. മാത്രമല്ല, വെള്ളം പോലും, ഈ പുഴ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ ചെങ്കടലിലെ വെള്ളത്തിൽ കിടന്ന് മരിച്ചുപോയി ഫിർഔൻ ലഅനത്തുല്ലാഹി. ചെങ്കടലിൽ തന്നെ ചാവുമ്പോ നേരത്തെ ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. മൂസ നബിക്ക് ഫിർഔൻ കഴിഞ്ഞാ പിന്നെ അടുത്ത എതിരാളി ആരാ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് രസകരമായ മരണത്തിലേക്ക് വരാനുണ്ട്. മൂസ നബിക്ക് ഫിർഔൻ കഴിഞ്ഞാ പിന്നെ അടുത്ത എതിരാളി ആരാ? ഖാറൂൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين قال إنما أوتيته على علم عندي
അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വ വഅക്സറു ജംഅ ولا يسأل عن ذنوبهم المجرمون فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. സൂറത്തുൽ ഖസസ് 76, 77, 78, 79, 80, 81, 82, 83 ആയത്തുകൾ സൂറത്തുൽ ഖസസ്. എന്തായിരുന്നു ഖാറൂൻ? ഒന്നുമില്ല. ഖാറൂൻ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മകനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃവ്യന്റെ മകനായിരുന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബി തന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത ഒന്നുമില്ലാത്ത ദരിദ്രനായിരുന്നു. അവസാനം മൂസാ നബി ദുആ ചെയ്ത ഒരു ആടിനെ കൊടുത്തടാ. ആ ആടങ്ങോട്ട് പെറ്റി പെരുകി നാടിലെ സമ്പത്ത് മുഴുവനും ആരുടേതായി? ഖാറൂന്റേതായി. വലിയ മുലാളിയായി. അവസാനം ശ്രദ്ധിക്കണേ, അവസാനം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മഹാനായ സയ്യിദ്നാ മൂസ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു ഖാറൂനിനോട്. അവസാനം ഖാറൂൻ പറഞ്ഞ മുതലൊന്ന് എണ്ണി കണക്കാക്കട്ടെ, എന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണി കണക്കാക്കി അളവും പറഞ്ഞു കൊടുത്തു. ഇത്തരം സക്കാത്ത് കൊടുക്കണം അളവൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ മൂസാ നബിയും ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയും തമ്മില് കണക്കൊക്കെ ക്ലിയർ ആക്കി. ഇത്ര സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ കണക്കാക്കി. എന്നിട്ടോ ലാകിൻ ഖാറൂൻ ധനം മുഴുവൻ എണ്ണി കണക്കാക്കി നോക്കുമ്പോ ഖാറൂന് തോന്നി ഇത്രയേറെ മുതലിന് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ധനത്തിന്റെ നല്ലൊരു ഭാഗം പോകുമെന്ന് മനസ്സിലാക്കി ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അവസാനം എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു. പിറ്റേന്ന് മൂസാ നബി ഇസ്രായേലികളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഖാറൂൻ എണീറ്റെന്ന് മനസ്സിലായില്ല. സക്കാത്തിന്റെ അളവൊക്കെ കൃത്യമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. പിന്നെന്തുണ്ടായി? മൂസാ നബി ജനതയിൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, ആ വ്യഭിചാരത്തിന്റെ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ മൂസാ അലൈഹിസ്സലാം. മൂസാ നബി വ്യഭിചാരത്തിന്റെ ശിക്ഷ, റജ്ം, എറിഞ്ഞു കൊല്ലേണ്ട കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, യാ മൂസ മൻ സനാ യുർജം ഇദാ കാന മുതസവ്വിജ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നല്ലേ നിയമം. ഫഖാല മൂസ, അത് കേട്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂനോട് പറയും, നഅം നഅം, അതെ, നഅം ഹാദാ ശറഉല്ലാഹി, ഇത് അല്ലാഹുവിന്റെ ശറഅാണ് എന്ന് പറഞ്ഞു. ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് വ്യഭിചാരത്തിന്റെ ശിക്ഷ പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വ്യഭിചാരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിന് എറിഞ്ഞു കൊല്ലലാണ് നിയമം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പോൾ ഖാറൂൻ ചോദിച്ചു, ലൗ കുൻത അൻത യാ മൂസ, മൂസ നീയാണെങ്കിലോ, ഈ വ്യഭിചാരിച്ച ആള് നീയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലൗ കാന അന, ഈ ജാനി ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫഖറജത് ഇംറാത്തുൻ മിൻ ബൈനിൽ മജ്ലിസി, സദസ്സിന്റെ നടുവിന് ഒരു പെണ്ണിനെ എണീപ്പിച്ചു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. എണീപ്പിച്ചു. വലിയ ബൈലാഉ നഖിയത്തുൽ ബശരി,
സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണ് നേരെ ഇമ്രാത്തുൽ ജമാൽ സൗന്ദര്യധാമമായ ഒരു പെണ്ണിങ്ങനെ എണീറ്റേ സദസ്സിന്റെ നടുവിലൂടെ നടന്ന് മൂസ നബിയുടെ അരികിലേക്ക് വന്നു. അപ്പോൾ മൂസ നബിയെ ഖാറൂൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഈ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പെണ്ണിനെ നീ വ്യഭിചരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ വിവാഹിതനാണല്ലോ, എറിഞ്ഞു കൊല്ലേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ നിന്റെ മേലാണ്, നിന്നെയാണ് എറിഞ്ഞു കൊല്ലേണ്ടത് എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ നബിയോട് ഖാറൂൻ. അപ്പോൾ സദസ്സിന്റെ നടുവിലൂടെ കയറി വന്ന ആ പെണ്ണിന്റെ നേർക്ക് നോക്കി ഇറക്കിയ റബ്ബിനെ സത്യമാക്കി പറയുകയാണ്, ഈ ജനങ്ങൾ വാദിക്കുന്ന പ്രകാരമുള്ള വല്ല അബദ്ധവും നിന്റെ മേൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു സയ്യിദ്നാ മൂസ. ഇല്ല ഇല്ല യാ നബി അല്ലാഹ്, അവര് കളവ് പറയുകയാണ്. അവരെനിക്ക് ഒരുപാട് റിശ്വത്ത് നൽകിയിട്ടുണ്ട്. റിശ്വത്ത് എന്നാൽ കൈക്കൂലി. നിനക്കെതിരെ ഈ ബാത്തില് വാദിക്കാൻ വേണ്ടി അനവധി പൈസ കൈക്കൂലിയായി എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ പെണ്ണ്. മനസ്സിലായില്ലേ? മഹാനായ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത്. ഉടനെ ഫഖാല മൂസ, ഉടനെ മൂസാ നബി പറഞ്ഞു, യാ അർളു ഖുദി, ഇനി ഇവൻ അവിടെ വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാണ്, യാ അർളു ഖുദി, ഇനി നീ പിടിച്ചോളൂ എന്ന് പറഞ്ഞു, കൽപ്പിച്ചു. ആരോട്? പറ. യാ അർളു ഖുദി, യാ അർളു ഖുദി, നീ പിടിച്ചോ എന്ന് പറഞ്ഞു. മഹാനായ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം ഭൂമിയോട് പറഞ്ഞു, നീ പിടിച്ചേക്കാൻ. ഫിർഔനും ഖാറൂന് പിന്തുണയോടുകൂടെ സദസ്സിൽ ബഹളം വെച്ച ആളുകളും ഒന്നടങ്കം ഭൂമിയിലേക്ക് കണ്ടു. ഒരഭിപ്രായം അന്ന് രാത്രി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ, ശ്രദ്ധിക്കുക, മൂസ നബിയുടെ മേൽ വ്യഭിചാരം ആരോപിച്ച അന്ന് രാത്രി അവന്റെ കൊട്ടാരത്തിൽ അവൻ ഉല്ലസിക്കുന്ന സമയത്ത് ആ കൊട്ടാരവും അവനും അടക്കം നേരെ ഭൂമിയിലേക്ക് പോയി എന്നാകുന്നു. ഏതായാലും ഈ ഭൂമിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും സദാസമയവും ഒരു സെക്കൻഡ്, ഓരോ സമയത്തും നിമിഷത്തിലും ഭൂമി തന്റെ അടിയിലേക്ക് ഖാറൂനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ എന്ന് ഖാല റസൂലുള്ളാഹി. ചിന്തിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. ഹബീബ റസൂലുള്ളാഹിന്റെ മരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഒരു ഉലുൽ അസ്മ് ഉണ്ട്, ആ ഉലുൽ അസ്മ് മരിച്ചിട്ടുമില്ല. എന്നാൽ മരിക്കും, എന്നിട്ട് മറവ് ചെയ്യപ്പെടും. എവിടെ? ബിജിബാറിൻ നബി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ മറവ് ചെയ്യപ്പെടും. ഇനി ആരെ? മഹാനായ സയ്യിദുനാ ഈസാ മുസ്തഫ നബിയുടെ മരണം ഇങ്ങനെ ചുരുക്കി പറയേണ്ടതല്ലാത്തതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഖുലഫാക്കളുടെ മരണവും ഞാൻ ഓടിപ്പോവുക എന്നല്ലാതെ പറയുന്നില്ല. എന്തുകൊണ്ട്? അതൊരു പ്രത്യേക വിഷയമായി വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ആ മരണത്തിന്റെ സന്തോഷം എന്താ? ലോക ചരിത്രത്തിൽ ഒരു നേതാവിനുണ്ടാകാത്ത നേട്ടമുണ്ടായി. 8 കൊല്ലം കൊണ്ട് മക്കയിൽ വരുമ്പോൾ ആ തലക്ക് 100 ഒട്ടകം ഇനാമ് വിളിച്ചിരുന്നു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് 8ാമത്തെ കൊല്ലം മടങ്ങുമ്പോൾ 10,000-കണക്കായ അനുയായികൾ കൂടെയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അബൂ സുഫിയാൻ പോലും ഹബീബായ നബിയെ കണ്ടപ്പോൾ പറഞ്ഞത്, സാറ ഇബ്നു അഖീകൽ യൗമ മലികൽ മുലൂക്ക്, ഇന്ന് നിന്റെ ജേട്ടന്റെ മകൻ
രാജാക്കളുടെ രാജാവായി. ആരോട് പറഞ്ഞു? അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. അബ്ബാസ് പറഞ്ഞില്ല, രാജാക്കന്മാർ രാജാവല്ല, എന്റെ ചേട്ടന്റെ മകനം. സാറ നബിയൽ അംബിയാ, ഹബീബായ നബി പാട്ടുപാടി വന്നു. അന നബിയുൻ ലാ കരിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്, അന നബിയുൻ ലാ കരിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്, അന നബിയുൻ ലാ കരിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്, അന നബിയുൻ ലാ കരീബ് അന ബിനു അബ്ദിൽ മുത്തലിബ്. ഹിജ്റ 8 ഹിജ്റ 10 കൊല്ലം ഹബീബ റസൂലുള്ളാഹി വഫാത്തായി. പിന്നെ 2 കൊല്ലം വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഒരു ജനതയിൽ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്കുണ്ടായ സ്വീകാര്യത എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ പറയാൻ പോകുന്നവര് ലെനിനാണെങ്കിലും സ്റ്റാലിനാണെങ്കിലും ക്രൂസ്ചേവാണെങ്കിലും അവരൊക്കെ സമൂഹത്തിൽ എത്ര നിന്ദരായി മരിച്ചുപോയി എന്ന് മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. എന്നാൽ ഹബീബായ നബിയോ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാ സ്വഹാബികളും അനവധി സ്വഹാബികൾ ബോധരഹിതരായി വീണുപോയി. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഒരു സ്വഹാബി തോട്ടത്തിൽ കിളക്കുന്ന നേരത്താണ് റസൂലുള്ളാഹി വഫാത്തായി എന്ന വാർത്ത കിട്ടിയത്. താൻ കിളച്ചുകൊണ്ടിരിക്കുന്ന മൺവെട്ടി താഴെ വെച്ച് നേരെ റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബി അല്ലാഹുമ്മ അഅ്മിനി യാ റബ്ബി, പഠിച്ചവനെ എന്നെ ഇപ്പോൾ തന്നെ കുരുടനാക്കണേ റബ്ബേ. ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിന ഹദാ. ഈ റസൂലുള്ളാഹിക്ക് ശേഷം ഇനി ആ കണ്ണുകൊണ്ട് എനിക്കൊരാളെയും കാണണ്ടെന്ന് ദുആ ചെയ്തു. ആര്? ഒരു സ്വഹാബി. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് أحل أمته في حرز ملته كالليث والعلام الأشبال في أجامي مولاي صل وسلم على حبيبك خير الخلق كلهم. കാട്ടിലെ പുലി തന്റെ പുലിക്കുട്ടികളെ പോറ്റും പോലെ ഒരു മഹാസമൂഹത്തെ ധർമ്മം കൊടുത്ത് പോറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഹബീബായ റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയായിരുന്ന നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ആലോചിക്കണം. ഹിറ്റ്ലറെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ആരെയാ ഒറ്റിക്കൊടുക്കാത്തത്? ഹിറ്റ്ലറെ ഒറ്റിക്കൊടുത്തു. മുസോളനിയെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ആരെയാണ് ചരിത്രത്തിൽ ഒറ്റിക്കൊടുക്കാത്തത്? ആരാ ഒറ്റിക്കൊടുത്തത്? സന്തത സഹചാരിമാർ. ചിന്തിക്കണം. അംഗരക്ഷകരായി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ് ആ ഒരു ജനപത് 10-ാം നമ്പറിലെ വീടിലെ ആ ഒരു രക്തപ്പാടുകൾ ഇപ്പോഴും 1984 ശേഷം ഇപ്പോഴും ആ ഭാഗം ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട്. എന്നല്ല, ജനപത് 10-ാം നമ്പറിൽ ഒരു ആഭിജാത്യമുള്ള തറവാട്ട് പുരയെ പോലെയാണ് ആ പുരയിൽ ഒരു കസേര ഇപ്പോഴും അങ്ങനെ തന്നെ നിവർത്തി വെച്ചിരിക്കുന്നു. അതിന്റെ മുന്നിൽ ഇതുപോലെ ടീപ്പോയി വെച്ചിരിക്കുന്നു. അതിലൊരു പുസ്തകം ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്നു. എന്തിന്? 1984 ഇന്ദിരാഗാന്ധി മരിക്കുന്ന നേരത്തെ അവസാനമായി വായിച്ച് പാർലമെന്റ് കഴിഞ്ഞ് പിരിഞ്ഞു വന്ന് തുടർ വായന നടത്താൻ വേണ്ടി കമഴ്ത്തി വെച്ച പുസ്തകം ഇന്നും 1984 ശേഷം 24-25 കൊല്ലമായി ഇന്നും അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്തൊരു മുറിയിൽ ഇന്ദിരാഗാന്ധിയുടെ സാരി ഒരു സാരി ഒരു പെണ്ണണിയുന്ന വിധത്തിൽ അതിനെ ഒരു അണിയിച്ച് തന്നെ നിർത്തിയിട്ടുണ്ട്. അതിന് രൂപത്തിന്റെ മുകളിൽ ഈ സാണി അണിയിച്ച് നിർത്തിയിട്ടുണ്ട്. ആ സാണിയുടെ മുകളിൽ ഇങ്ങനെ അടയാളം കൊടുത്തിട്ടുണ്ട്. അടിവയറ്റിൽ വെടിയുണ്ട ഏറ്റ ഭാഗം പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആരുടെ? ഇന്ദിരാഗാന്ധിയുടെ. ആരാണ് കൊലപ്പെടുത്തിയെന്നറിയോ? ഒരു ഭരണാധികാരി അംഗരക്ഷകരാക്കൽ ആരെയാ? ആ ഭരണാധികാരിക്ക് ഏറ്റവും വിശ്വാസമുള്ളവരെ അല്ലേ?
എന്നാൽ പുണ്യനബിയുടെ സന്തത സഹചാരിയായിരുന്നു അംഗരക്ഷകൻ എന്ന് ഞാൻ അതാദ്ബൻ പറയുന്നില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബിക്ക് അംഗരക്ഷകൻ വേണ്ടല്ലോ. ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ആരോ വന്ന് വാളെടുത്ത് കൊല്ലാൻ ഒരുങ്ങി. അപ്പോൾ ആ വാളെടുത്തവൻ ചോദിച്ചു, ആരാണ് എന്നെ രക്ഷപ്പെടുത്താൻ? അപ്പോൾ ഹബീബ് പറഞ്ഞു, അല്ലാഹ് ആര് രക്ഷപ്പെടുത്തും? എന്നാൽ സന്തത സഹചാരിയായിരുന്നു സയ്യിദ്നാ ബിലാൽ. ഹബീബായ റസൂലുള്ളാഹ് ആയിഷ ബീവിയുടെ വീട്ടിൽ വഫാത്തായി അടുത്ത നേരത്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പള്ളിയുടെ മുകളിലേക്ക് കയറി സയ്യിദ്നാ ബിലാൽ. ബാങ്ക് കൊടുക്കുന്ന ഒരു ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. ഇന്നും അതുപോലെ ഒരു സ്ഥാനം മദീന പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായില്ല നിങ്ങൾക്ക്? അതിന്റെ മുകളിലേക്ക് കയറി സയ്യിദ്നാ ബിലാൽ ബാങ്ക് തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത വാക്ക് പറയേണ്ടതാ ഏതാ? രണ്ടാമത്തെ ഷഹാദത്തുൽ റിസാല. രണ്ടാമത്തെ വാക്ക് അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങിയപ്പോഴത്തിന് അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോഴത്തിന് ബോധം കെട്ട് മണ്ണിൽ വീണു സയ്യിദ്നാ ബിലാൽ. ബോധം കെട്ട് മണ്ണിൽ വീണു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മണ്ണിൽ വീണു സയ്യിദ്നാ ബിലാൽ. ഉറക്കപ്പറ സയ്യിദ്നാ ബിലാൽ അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ മനസ്സിലാക്കണം. ആളുകൾ ഒഴുകി വന്നു അവിടുത്തെ അടുത്തേക്ക് ഒരു സംസ്കാരം ലോകത്ത് സ്ഥാപിച്ച് കടന്നുപോയി മുഹമ്മദ് നബി. പുസ്തകത്തിൽ എഴുതി പോവുകയല്ല, പുസ്തകം മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ പുസ്തകത്തിൽ ആക്കിയിട്ടേ ഇല്ല, ജീവിച്ചുണ്ടാക്കി. ഒരു ജനതയെ, ആ ജനതയുടെ ഹൃദയത്തിലാണ് ഖുർആൻ, ആ ജനതയുടെ ജീവിതത്തിലാണ് ഖുർആൻ. അങ്ങനത്തെ ഒരു ജനത ഒഴുകി ഇങ്ങോട്ട് വന്നു. അവരുടെ മുഴുവനും സ്നേഹധനനായ പ്രവാചകനായി വഫാത്തായി മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കുന്നില്ല, ചിന്തിക്കണം. എന്റെ അതാണ് സയ്യിദുൽ മുത്തഖീൻ ഇമാമുൽ മുത്തഖീൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖിന്റെ മരണം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. സിദ്ദീഖ് വഫാത്തായി. സിദ്ദീഖിന്റെ മയ്യിത്ത് കൊണ്ടുവന്നപ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ മലക്കുകൾ, അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് കയറ്റൂ എന്ന് പറഞ്ഞു. ഹബീബിന്റെ പുണ്യനബിയുടെ റൗളയിലേക്ക് കയറ്റി സയ്യിദ്നാ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്ങനെയാ ഹബീബായ നബി പനി പിടിച്ച് മരിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി പിടിച്ച് മരിച്ചു. ഹബീബായ റസൂലുള്ളാഹിക്ക് ആട്ടുമാംസത്തിൽ വിഷം കയറ്റി മരണ നേരത്തെ ആ വിഷത്തിന്റെ സ്വാധീനമുണ്ടായി. എന്നാൽ സിദ്ദീഖിനെ അതേ യഹൂദികൾ ഭക്ഷണത്തിൽ വിഷം കയറ്റി. മനസ്സിലായില്ലേ? ചോറ് നല്ല അരിച്ചോറ് കൊടുത്തു, അതിൽ വിഷം കയറ്റി. ആർക്ക്? സിദ്ദീഖിന്. നിങ്ങൾ ചിന്തിക്കും, രണ്ടും ഒരേ ഏകദേശം. ഹബീബ് 63 മരിച്ചു, സിദ്ദീഖ് 63 മരിച്ചു. അങ്ങനെയാണ് വലിയ ബന്ധ. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. വലാ ഖിബതു ലിൽ മരിൽ ഹബീബ് ഫൗതുഹു
فمرضت من أسفي عليه شفي الحبيب فزارني فشفيت من نظري إليه. ഹബീബിന് രോഗം വന്നപ്പോൾ രോഗമായ ആളാ സിദ്ദീഖ്. ഹബീബിന്റെ രോഗം മാറിയപ്പോൾ ഹബീബിന്റെ മുഖത്ത് നോക്കി രോഗം മാറിയ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, അങ്ങനെയുള്ള സിദ്ദീഖ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വയസ്സിൽ മരിച്ചു. ഹബീബിന്റെ അതേ രോഗം പനി ബാധിച്ചു മരിച്ചു എന്ന് മാത്രമല്ല, മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ മലക്കുകൾ വിളിച്ചു പറഞ്ഞു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഹബീബിന്റെ തൊട്ടടുത്താണ് ആര്? സിദ്ദീഖുൽ അക്ബർ. സ്വലാത്തുല്ലാഹ് സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ്. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ ഷഹീദായി. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷഹീദായി. ഷഹീദിന്റെ കൂലിയാണ്. അതിന് പുറമെ നമസ്കാരത്തിലാണ് ഷഹീദായത് മഹാനായ സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ്. എന്നിട്ടോ ഷഹീദായി നല്ല കുത്തി കിട്ടി, അവിടെ വീണു, മരിച്ചില്ല. കണ്ണ് തുറന്ന ഉടനെ ആദ്യം ചോദിച്ചത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, മാ ഫഅൽതും ബിസ്സലാ, മാ ഫഅൽതും ബിസ്സലാ, ആ നിസ്കാരം എന്താ ചെയ്തത്? നിങ്ങൾക്ക് കുത്തി കിട്ടിയ ഉടനെ നിങ്ങൾ എന്താ ചെയ്തത്? ആ നിസ്കാരങ്ങൾ ഒഴിവാക്കിയോ എന്ന് ചോദിച്ചു. ആര്? മഹാനായ സയ്യിദ്നാ ഉമർ. സയ്യിദ്നാ ഉമർ, നിങ്ങളെ ആ നിസ്കാരം നിങ്ങൾ എന്തേ ചെയ്ത് എന്ന് ചോദിച്ചു സയ്യിദ്നാ ഉമർ. നോക്കൂ, നിങ്ങൾ ദിവസങ്ങൾ വീട്ടിൽ താമസിച്ചു. അതിനിടയിൽ പറയാനുള്ള വസിയത്ത് പറഞ്ഞു. മദീനക്കാര് ഉന്നതന്മാരായ ആളുകൾ ഇങ്ങോട്ട് നോക്കെ പലവട്ടം വീട്ടിൽ കയറി ഇറങ്ങി നടന്നു. അടുത്ത ഭരണാധികാരിയെ പറഞ്ഞു തരൂ, പക്ഷെ അടുത്ത ഭരണാധികാരിയെ പറഞ്ഞു കൊടുത്തില്ല. മനസ്സിലായില്ല? ഹബീബായ നബി പറഞ്ഞതുപോലെ, ഹബീബായ നബിയുടെ ചെയ്തതുപോലെ ചെയ്തു ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഉമർ റളിയല്ലാഹു. പറഞ്ഞരുത്, ചിന്തിക്കണം. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആരെ ഭരണാധികാരിയാക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനായ മക്കൾ രാഷ്ട്രീയക്കാരായ ആളുകൾക്കൊക്കെ ഇതിൽ വലിയ പാഠമുണ്ട്. ഇത് മക്കൾ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടമാണ്. മക്കൾ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ അപ്പം നമ്മളുള്ളത്. ഓരോ വിവരമില്ലാത്ത ആളുകളും അച്ഛൻ്റെ പേരിൽ നേതാവാകുന്ന കാലഘട്ടത്തിലാണ്. ഒരു വിവരമില്ല. നാവെടുത്താൽ അന്തല്ലായ്മ പറയുന്ന ആളുകൾ, വായെടുത്താൽ അന്തല്ലായ്മ വിളിച്ചു പറയുന്ന ആളുകൾ വരെ അച്ഛൻ്റെ പേരിൽ നേതാവാകുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യലോകം. എന്നാലോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്തേക്ക് പലവട്ടം ചെന്നു റളിയല്ലാഹു അൻഹു. അക്കാലത്ത് വലിയ ഒരു പണ്ഡിതനായിരുന്നു ആര്? സയ്യിദ്നാ ഇബ്നു ഉമർ. എന്നാൽ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആളാൻ നോക്കിക്കോളൂ, എന്റെ കുടുംബത്തിൽ ഏതായാലും പറ്റിയ ആളില്ല, എന്റെ കുടുംബത്തിലില്ല. പിന്നെ ഒരാളെ നിർദ്ദേശിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്തുകൊണ്ട്? എന്റെ ഭരണം തന്നെ അള്ളാഹു സ്വീകരിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരാളെ തന്നിട്ട് അയാൾ വേണ്ടാത്ത ചെയ്താൽ അതും കൂടി ഏറ്റെടുക്കാൻ എന്റെ ഖബറിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. സയ്യിദ്നാ ഉമർ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, കണ്ണടയുന്നതിന്റെ തൊട്ട് മുമ്പ് 5-6 ആള് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനെ ഒരാളിങ്ങനെ കയറി വന്ന കൂട്ടത്തില് ഒരു ചെറുപ്പക്കാരൻ വസ്ത്രം നിലത്ത് വലിക്കുന്നത് കണ്ടു. ഫഖാല, അവസാനം ഉപദേശിച്ച ഉപദേശം ഇർഫാൻ. അവിടെ ദേഷ്യപ്പെട്ടു. ഇർഫാൻ, മരിക്കാൻ ഒരുങ്ങ. ഇർഫാൻ ഹബീബായ റസൂലുള്ളാഹി നമ്മളോട് കൽപ്പിച്ചിട്ടില്ലേ? ഇത്തരം തിന്മയെ തൊട്ട് പുണ്യനബി വിരോധിച്ചിട്ടില്ലേ? ഇർഫാൻ, വസ്ത്രമുയർത്ത്. ഫഇന്നഹു അത്ഖാലി ഖൽബിക വഅൻഖാലി സൗബിക. നിന്റെ വസ്ത്രം നന്നാവാനും നിന്റെ ഹൃദയത്തിൽ തഖ്വ കിട്ടാനും ഏറ്റവും നല്ലത് നിന്റെ വസ്ത്രം പൊക്കുകയാണ് എന്ന് മരണനേരത്ത് ഉപദേശിച്ചു സയ്യിദുനാ ഉമർ. സ്വലാത്തുല്ലാഹ്
എന്നിട്ട് ആയിരക്കണക്കായ ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് സ്വച്ഛന്തമായ മുഅ്മിനായി മരിച്ചുപോയി സയ്യിദുനാ ഉമർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ, ഉസ്മാന്റെ മരണം ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ഉസ്മാൻ അന്ന് നോമ്പുള്ളവനായിരുന്നു എന്ന് മാത്രമല്ല ഫകാന യഖറഉൽ ഖുർആൻ, അന്ന് നോമ്പുള്ള ആളായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. അന്ന് നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടിയില്ല. ശത്രുക്കൾ വീട് വളഞ്ഞ ഒരു സാഹചര്യത്തിൽ അന്ന് നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടിയില്ല. അപ്പോഴോ റസൂലുള്ളാഹി, വീട്ടിന്റെ മുകൾ ഭാഗത്തൂടെ റസൂലുള്ളാഹിന്റെ കൈ നീണ്ടു വന്നു. അവസാന നോമ്പ് തുറക്കാൻ വെള്ളം കൊടുത്തത് ഹബീബായ മുഹമ്മദ് നബിയാണ് എന്ന് ഹാഫിള് ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വകയല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ റസൂൽ എങ്ങനെ ഇപ്പോൾ മരിക്കുന്ന ഉസ്മാന് വെള്ളം കൊടുക്കുന്നത് എന്ന്. കൊടുത്തു, വെള്ളം കൊടുത്തു. എന്നിട്ട് റബ്ബിന്റെ ഹദറത്തിലേക്ക് വിളിച്ചു ഹബീബായ റസൂലുള്ളാഹി. ആ രാത്രിയാ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊലപ്പെടുത്തിയത്. ഫഹുവ യഖറഉൽ ഖുർആൻ, ആ നേരത്തെ ഖുർആൻ ഓടുകയാ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആ നേരത്തെ ഖുർആൻ ഓടുകയായിരുന്നു സയ്യിദുനാ ഉസ്മാൻ. എവിടെയാ? അൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ ഖുർആൻ ഓടുകയാ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എവിടെ എത്തിയിരുന്നു പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ? വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അൽ ബഖറയുടെ 137-ാമത്തെ ആയത്തോടുകയായിരുന്നു സയ്യിദുനാ ഉസ്മാൻ. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ചോര അങ്ങോട്ട് തെറിച്ച് വീണ് ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തിന്റെ അവിടെ ചോരയാണ് നിന്നു. മോമിനീങ്ങളെ, സയ്യിദുനാ ഉസ്മാൻ, സയ്യിദുനാ അലിയും ഷഹീദായിട്ട് വഫാത്തായിട്ടുള്ളത്. ആ ഷഹീദിന്റെ അവസ്ഥയിലാ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സയ്യിദുനാ അലി റളിയല്ലാഹു ഷഹീദായിട്ട് വഫാത്തായിട്ട് റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് അവസാനം അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന തെമ്മാടിയുടെ അവൻ ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ് പ്രധാന അഭിപ്രായം. ക്രിസ്ത്യാനിയായ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിന്റെ ഞാൻ അസൂയ കൊണ്ട് കുത്തുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണം ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായമേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള മഹാന്മാരെല്ലാം ഷഹീദായി റബ്ബിന് വേണ്ടി വളരെ സന്തോഷപ്പെട്ട ജനതയുടെ മധ്യത്തിൽ ആരും ഒരു അഭിപ്രായക്കേട് പോലും ആ ജനതയിൽ അവരെ പറ്റി അഭിപ്രായക്കേട് പറയുന്ന ഒരാളുണ്ടായിരുന്നില്ല. എല്ലാവരും ആ വഴിയെ പിന്നെ അനുധാവനം ചെയ്യുകയും പിൻപറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മരണമാണ് മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മരണം. ഞാൻ നീട്ടുന്നില്ല. സയ്യിദുനാ ഹുബൈബിന്റെ മരണത്തിന് വേണ്ടി ആയത്തിറങ്ങിയത്. ഹുബൈബ് തൂക്കുമരത്തിലാടിയപ്പോൾ ആയത്തിറങ്ങി. ഹുബൈബിന് വേണ്ടി ആയത്തിറങ്ങി. എങ്ങനെ ആയത്തിറങ്ങാതിരിക്കും? തർജിഉ ഇലൽ മദീന തസ്ബു മുഹമ്മദൻ നിന്റെ ഈ സ്ഥലത്ത് മുഹമ്മദിനെ വെക്കുന്നത് നിനക്ക് വിരോധമില്ല എന്ന ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് പറഞ്ഞിരുന്നു ഹുബൈബിനോട്. അപ്പോൾ പറഞ്ഞു, ഒരു മുള്ളിന് പകരമായിട്ട് ഹബീബായ നബിയുടെ കാലിന്റെ അടിയിൽ തറയ്ക്കുന്ന ഒരു മുള്ളിന് പകരമായി എനിക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു ഷഹീദായി സയ്യിദുനാ ഹുബൈബ്. അതാ തൂക്കുമരത്തിൽ ഹുബൈബ് ആടിയപ്പോഴാണ് ആയത്തിറങ്ങിയത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ചിന്തിക്ക്. പ്രതീകാത്മകതയുടെ 2 മരണമാണ്. ഒന്ന് അബൂജഹലിന്റെ മരണവും ഒന്ന് മകന്റെ മരണവും. മനസ്സിലായില്ല? അബൂജഹൽ, ഇക്രിമ
റളിയല്ലാഹു അൻഹു. അങ്ങരുത്, പ്രതീകാത്മകമായ 2 മരണം. ചിന്തിക്കും കേട്ടോ. അബൂജഹലിന്റെയും ഇക്രിമയുടെയും മരണം. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, ഇക്രിമ, സയ്യിദുനാ ഇക്രിമ ആരെ മകൻ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മകൻ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മകൻ ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. എല്ലാവരും മനസ്സിലാക്കണേ. ഭയങ്കര അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ അനവധി തവണ പറഞ്ഞു അവന്റെ കുടുമ വലിക്കുന്ന. കുടുമ വലിക്കാനായിട്ട് കുടുമ വലിച്ചിട്ട് ആ പൊട്ടക്കണത്തിലേക്ക് എറിഞ്ഞത്. എങ്ങനെയുണ്ടല്ലോ ആയത്? റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ റഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ റഅയ്ത ഇൻ കർറബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ കല്ലാ ലഇൻ ലം യൻതഹി നസ്ഫൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിആ. അവന്റെ ആ മുൻമുടി അവന്റെ കുടുമ പിടിച്ചിട്ട് അവനെ വലിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ചത്. അവന്റെ കുടുമ പിടിച്ച് വലിച്ചിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ബദറിൽ കലീബ് എന്നൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു. അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ആരെ? അബൂജഹലിനെ, ഉത്ബത്തിനെ, ശൈബത്തിനെ, വലീദിനെ. ആരായിരുന്നു ഇവരൊക്കെ? വലീദ് ആരാന്നറിയോ? അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞപ്പോൾ, ഹബീബായ നബി പ്രസംഗിച്ചപ്പോൾ സദസ്സിൽ എണീറ്റ് നിന്ന് അന വഹീദ് ബിനിൽ വഹീദ്, ഞാൻ ഏകന്റെ മകൻ, ഏകനാണെന്ന് പറഞ്ഞവനാകുന്നു. മനസ്സിലായില്ല? ഞാനും ഏകനാണ്, എൻ്റെ ബാപ്പയും ഏകനാണ്. മനസ്സിലായില്ല? എൻ്റെ ബാപ്പാക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, എൻ്റെ വല്യാപ്പാക്ക് ഒരു മകനേ ഉള്ളൂ, അതുകൊണ്ട് ഞാനും ഏകനാണ്. മനസ്സിലായില്ലോ? ഞാനും ഏകനാണ്, അബി ഏകനാണ്. അങ്ങനെ ഞാൻ ഏകന്റെ മകൻ, ഏകനാണെന്ന് പറഞ്ഞവനായിരുന്നു വലീദ്. ആയത്തിറങ്ങിയത് വമൻ ഖലഖതു വഹീദാ വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീന ശുഹൂദാ വമഖതു ലഹു തംഹീദാ. വലീദ് വൽകബറ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി വലീദ്. ഞാൻ ഏകന്റെ മകൻ, ഏകനാണ്, ഞാനും ഏകനാണ്. ഇങ്ങോട്ട് പറ, ഞാനും ഏകനാണ്, ആപ്പ ഏകനാണ്. എൻ്റെ ആപ്പാക്കാകെ ഞാനൊരു മകനേ ഉള്ളൂ, എൻ്റെ വല്യാപ്പാക്കും ഒരു മകനേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏകനാകുക എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അത്ര പുത്തരിയല്ല. ഞങ്ങൾ കുടുംബത്തോടെ അതിൽ ഖുർആനൊരടിയാട് കൊടുത്തു. നീ ഏകനോ? എൻ്റെ ബാപ്പ നീ ഏകനോ? എനിക്ക് വാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചു. വാപ്പല്ല എന്ന് ഖുർആൻ പറഞ്ഞ ഒറ്റാളാരാ? വലീദ്. ഫലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം വതുല്ലിൻ ബഅദ ദാലിക സനീം. ജാരസന്താനമേൻ, വാപ്പാന്റെ വാപ്പ ഏകനാണെങ്കിൽ അത് ഇജ് ഏകനാണ്ട്, ഇജ് അയാളെ മനയല്ല, ഇജ് വ്യഭിചരിച്ച് മരുഭൂമിയിൽ നടന്ന ആട്ടിടയന്റെ മകനാണ് എന്ന് പറഞ്ഞു. വ്യഭിചരിച്ചിട്ട് മരുഭൂമിയിലൂടെ നടന്നിരുന്ന ആട്ടിടയന്റെ മകനാണ്. ജാരസന്താനം എന്ന് പറഞ്ഞു വലീദിനെ. ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കപ്പറ ലഅനത്തുല്ലാഹി അലൈഹി. ഇവരൊക്കെ ആരായിരുന്നു? മക്കാങ്ങാടിയിൽ അവർക്ക് പകരം ആളുകൾ ഉണ്ടായിരുന്നില്ല. അവരെ ആ കുടുമ പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞത് ആ ഖലീബിലേക്ക്, പൊട്ടക്കുണത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയോ തിരിച്ചോ ഒരു സംഭവമുണ്ട്, ഇനിയൊരു സംഭവമുണ്ട്. ആര്? അബൂജഹലിന്റെ മകൻ സയ്യിദ്നാ ഇക്രിമ. സയ്യിദ്നാ ഇക്രിമ ഭയങ്കരാണ് സംഭവം.
ഞാൻ എന്തിനാ നിങ്ങൾ ഉറക്ക റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി ഇക്രിമ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തിന് ഹബീബ് എണീറ്റ് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി എണീറ്റ് നിന്നു. ഫനസിയ റിദാഹു, അരയുടുപ്പിന്റെ മുകളിലുള്ള വസ്ത്രം അണിയാൻ പോലും മറന്നു. ഫറഹം ബിഖുദൂമിഹി, ഇക്രിമ വരുന്നതിൽ സന്തോഷം. മനസ്സിലായില്ലേ സയ്യിദുനാ ഇക്രിമ ഇസ്ലാമാകാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഹബീബായ റസൂലുള്ളാഹിക്ക് ലഭിച്ചപ്പോൾ ഫഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടോ ഫനസിയ റിദാഹു, തന്റെ മേൽവസ്ത്രം അണിയാൻ പോലും മറന്നുപോയി. ഫഖാമ ഫറഹൻ ബിഖുദൂമിഹി, എണീറ്റുന്നു. ആര്? ഹബീബായ റസൂലുള്ളാഹി. എന്നിട്ട് ഇക്രിമയെ പിടിച്ചിരുത്തിയിട്ട ഹബീബായ നബി ഇരുന്നത്. റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. എന്തിലേക്കാ ക്ഷണിക്കുന്നതെന്ന് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിലേക്കാണ്, അള്ളാഹു ഏകനാണെന്ന കാര്യത്തിലേക്കും പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകനിലേക്കാവുന്ന എന്നിലേക്കും സത്യത്തിലേക്ക്, നമസ്കാരത്തിലേക്ക്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന സക്കാത്തിലേക്കാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു സയ്യിദുനാ ഹബീബായ നബി. അപ്പോൾ പറഞ്ഞു, ലഖദ് ദഅൗത ഇലൽ ഖൈർ, ഖൈറിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്, എനിക്കൊന്ന് ബൈഅത്ത് തരൂ എന്ന് പറഞ്ഞു. ഹബീബായ നബി ബൈഅത്ത് കൊടുത്തു, ഷഹാദത്തിക്ക് കലിമ ചൊല്ലി കൊടുത്തു. ആർക്ക്? ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്. ഷഹാദത്ത് കലിമ ഇക്രിമ ചൊല്ലിയപ്പോൾ ഹബീബ് ചോദിച്ചു, ഇന്ന് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ മടക്കുകയില്ല. നിങ്ങൾക്ക് ഈ ദുനിയാവിലോ എന്ത് വേണമെങ്കിലും ഞാൻ ആ ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തരും. അത്ര വലിയ സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു മഹാനായ ഹബീബായ നബി ഇക്രിമയോട്. അപ്പോൾ പറഞ്ഞു, ഇന്നി അസ്അലുക സുആലൻ അൻതസ്തഗ്ഫിറ ലി, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പൊറുക്കലിനെ തേടണം. കുല്ല അദാവത്തിൻ നിങ്ങൾക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ശത്രുതയും അല്ലാഹു എനിക്ക് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം എന്ന് മാത്രമല്ല, നിങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് പുറത്തു കിട്ടണം. പിന്നെ നിങ്ങൾ ഇല്ലാത്ത നേരത്തെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം എനിക്ക് വേറൊന്നും വേണ്ട. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് ഇരു കൈകളും വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു കുല്ല അദാവ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു കുല്ല അദാവ. അദ്ദേഹം ഇസ്ലാമിനെതിരെ ചെയ്തിട്ടുള്ള എല്ലാ ശത്രുതയും നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു ഹബീബായ റസൂലുള്ളാഹി. ഖാല ഇക്രിമ, അപ്പോൾ ഇക്രിമ പറഞ്ഞു, വല്ലാഹി ലാ അദഉ നഫഖതൻ അൻഫഖതുഹാ ഫീ സദ്ദിൻ അൻ സബീലില്ലാഹ് ഇല്ലാ അൻഫഖതു ളിഅഫഹാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എത്ര ഞാൻ ചെലവാക്കിയിരുന്നോ അതിന്റെ അനേക ഇരട്ടി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ചെലവാക്കും എന്ന് പറഞ്ഞു ഇക്രിമ. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ അകറ്റാൻ വേണ്ടി എത്ര ഞാൻ നടന്നിരുന്നോ, എത്ര ഞാൻ പണം ചെലവാക്കിയിരുന്നോ അതിന്റെ ഇരട്ടി ഇന്ന് മുതൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ചെലവാക്കും ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ ഇക്രിമ. അബ്ബാദുൻ ഖവ്വാമുൻ ഖറാഉൻ ലികിതാബില്ലാഹ്. പിന്നുള്ള ജീവിതം എങ്ങനെയാണെന്നറിയോ? ഏറ്റവും വലിയ ഇബാദത്തുകാരനാണ്. ഏത് നാട്ടിൽ പോയാലും പള്ളിയിലല്ലാതെ ഇക്രിമ താമസിക്കുകയില്ല. ബാബുല്ലാഹി മഫ്തൂഹ്, അള്ളാന്റെ ബാബു ബൈത്തില്ലാഹി മഫ്തൂഹ്, അള്ളാന്റെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ നമ്മൾ പുറത്ത് കിടക്കാൻ പാടില്ല എന്ന്. അള്ളാന്റെ വീട്ടിലല്ലാതെ ഏത് യുദ്ധത്തിന് സഹായിക്കാൻ പോയപ്പോഴും അവിടെയുള്ള പള്ളിയിലല്ലാതെ അഭയം തേടിയിട്ടില്ല, അവിടെ അല്ലാതെ താമസിച്ചിട്ടില്ല. മാത്രമല്ല ഖവ്വാമുൻ, നേരം വിളിക്കുന്നവരെ നിസ്കരിക്കുന്ന ആളായിരുന്നു. ഖറാഉൽ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിന്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്
ധാരാളമായി ഓതുന്ന ആളായിരുന്നു സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. മാത്രമല്ല യഖൂലു കിതാബു റബ്ബി വഹുവ യബ്കി മിൻ ഖശിയത്തില്ലാഹ്. യഖൂലു കിതാബു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ കിതാബാണ്. കിതാബു റബ്ബി വഹുവ യബ്കി മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹനെ പേടിച്ച് കരയുന്ന ആളായിരുന്നു. അള്ളാഹിന്റെ കിതാബോട് നേരം വെളുക്കുന്നവരെ കരയുന്ന ആളായിരുന്നു സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഈ ഇക്രിമയെ നോക്കി, ഈ ഇക്രിമ പിന്നെ വഫാത്തായത് എങ്ങനെയാ? യർമൂക്ക് യുദ്ധക്കളത്തിൽ മരിക്കാൻ വെട്ടി തട്ടി വീണു. അള്ളാഹിന്റെ ദീനിന് വേണ്ടി മരിച്ചു വീഴാൻ ഒരുങ്ങുകയാ ശത്രുക്കളെ മുന്നിൽ. അപ്പോൾ അൽമാ അൽമാ, വെള്ളം വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആരോ വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കുടിക്കാൻ ഒരുങ്ങുകയാണ്. ഇതാണ് അള്ളാഹിന്റെ ദീനിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ ഞാൻ ചെലവാക്കുന്നു. റസൂലുള്ളാഹിന്റെ മുന്നിൽ പ്രതിജ്ഞ മരണ നേരത്ത് വരെ പാലിച്ചു. ആര്? ഇക്രിമ. ഇതാ വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ ഒരുങ്ങുന്ന നേരം. അപ്പോഴാണ് വേറൊരാള് തൊട്ടടുത്തുനിന്ന് അൽമാ അൽമാ, വെള്ളം വെള്ളം വേറൊരാൾ അപ്പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഉടനെ ആ പാത്രം അങ്ങോട്ട് ഇശാറത്താക്കി, എനിക്ക് വേണ്ട, അടുത്ത ആൾക്ക് കൊടുത്തയച്ച് വെള്ളം കുടിക്കാതെ ബഹറിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്താൽ പോലും തീർക്കാൻ തോന്നുന്ന ആ നേരത്തെ തന്റെ പാനപാത്രമായി ജീവജലമായി അവസാനം കിട്ടിയ വെള്ളം വരെ അടുത്തൊരു മുസ്ലിമായ സഹോദരന് വേണ്ടി ദാനം ചെയ്തു സയ്യിദുനാ ഇക്രിമ. ഇതാണ് വഫാത്തു ഇക്രിമ റളിയല്ലാഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഖിലാഫത്തുർ റാഷിദയിലെ 5ാമത്തെ മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മരിക്കാൻ കിടക്കുന്ന നേരം ജനങ്ങളോട് വിളിച്ചു പറയുന്നു, ഒരുപാട് മുഖങ്ങളെ കാണുകയാണ്. എന്തൊരു മനോഹരമായ മുഖങ്ങളെയാണ് ഇത്. ജിന്നിന്റെ മുഖമല്ല, ഇത് മനുഷ്യന്റെ മുഖമല്ല. ഇത്ര സൗന്ദര്യമുള്ള ഒരു മുഖം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ. ഇതാ കുറെ മുഖങ്ങളെ ഞാൻ കാണുന്നു. ആളുകളെ മുന്നിൽ വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരെയാ കാണുന്നത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة لا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അവസാനം മരിക്കുന്നതിന്റെ മരിക്കുന്നതിന്റെ അവസാന സെക്കൻഡിൽ പറയുന്നത് തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫതൂഫിയ. മരിച്ചു. മനസ്സിലായില്ല എങ്ങനെ മരിച്ചത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് അവസാനം ആയത്തോതി കലിമയിൽ മരിച്ചു. ആയത്തോതി തലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് അഖീറൻ ഫീ ആഖിരി തനഫുസിഹി. അവസാനത്തെ ശ്വാസത്തിൽ ഒരു ആയത്തോതി തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹു ആ മരണം നമുക്ക് തരട്ടെ. ദുനിയാവിൽ മേൽമത്തനം കുടിക്കാത്തവരുണ്ടല്ലോ, അവർക്കാണ് നല്ല മരണം ഉണ്ടാവുക എന്ന സൂറത്തുൽ ഖസസിൽ ആയത്തോടിയിട്ട് ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിച്ചു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്
റളിയല്ലാഹു സ്വലാത്തുൽ എങ്ങനെ മരിക്കാതിരിക്കും? എങ്ങനെ 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 ഇങ്ങനെ ഈ മനുഷ്യൻ മരിക്കാതിരിക്കും? കരഞ്ഞിട്ടല്ലാതെ ഒരു രാത്രി, റബ്ബിനെ പേടിച്ച് കരഞ്ഞിട്ടല്ലാതെ ഒരു രാത്രി ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉറങ്ങിയിട്ടില്ല. ഇല്ല, അതാ ചരിത്രം. ഉറങ്ങില്ല. ആരെ കൊണ്ടെങ്കിലും വയലു പറയിപ്പിക്കും. അധികരിച്ച വയലും മരണത്തെ പറ്റിയാവും. മരണത്തിനെ പറ്റി വയലു പറയിപ്പിക്കും ഉറങ്ങണ നേരത്ത്. അലിമിങ്ങനെ വിളിച്ച് ഭരണാധികാരി അത് കേട്ടിട്ട് കാര്യം. മിക്കവാറും പലപ്പോഴും ബോധരഹിതനായി വീഴും. കരഞ്ഞ് ബോധരഹിതനായി വീഴുമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മരിച്ചത്. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സമുദായമേ, ഇങ്ങനെ മഹാന്മാര് ധാരാളം. ശത്രുക്കൾ അടിച്ചോ ഇമാമിനെ ശാഫിഈ. ശത്രുക്കൾ ഭരണാധികാരികൾക്ക് വഴിപ്പെടാത്ത ആളായിരുന്നു. ഭരണാധികാരികൾ അവിടെയൊക്കെ ഭരണാധികാരികളുടെ ശിങ്കിടികളാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഭരണാധികാരികളുടെ ശിങ്കിടികളായ ആളുകൾ ഭരണാധികാരികൾക്ക് വഴിപ്പെടാത്തതിന്റെ പേരിൽ അടിച്ചു ആരെ? ഇമാമിനെ ശാഫിഈയെ. എന്നിട്ടോ തമന്നാ ഉനാസുന്നൻ അമുതാവൈന അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി. എല്ലാരും ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ തമ്മാടികൾക്ക് ഇവിടെ ഞാൻ മരിച്ചു കിട്ടിയാൽ സുഖത്തോടെ ആറാടാമെന്നാണ്. എന്നാൽ ഒരു ശാഫിഈ മരിച്ചാൽ ഈ ശാഫിഈയിൽ നിന്ന് 1000 ശാഫിഈമാർ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇമാമിനെ ശാഫിഈ. എല്ലാ ദിവസവും അടികിട്ടി വീണു. എല്ലാ ദിവസവും നഫീസത്തുൽ മിസ്രിയയുടെ അടുത്തേക്കാണ് പറഞ്ഞിരിച്ചിരുന്നു. അവർ ദുആ ചെയ്തിരുന്നു. ഒരു ദിവസം ദുആ ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാര് ചെന്നപ്പോൾ നത്തിനോടും തേട്ടാമിൻ പകരത്തെ അവർക്ക് നൽകിയിട്ടെന്നുത്തേ. നത്തിനോടും തേട്ടാമിൻ പകരത്തെ അവർക്ക് നൽകിയിട്ടെന്നുത്തേ. ഒരു ദിവസം ആളുകൾ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ മഹദിയായ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, ഇന്നും മരിക്കും ഇമാമിനെ ശാഫിഈ. നഫീസത്തുൽ മിസ്രിയ പറഞ്ഞ ദിവസമാണ് ഇമാം ഷാഫി തങ്ങൾ വഫാത്തായത്. ചിന്തിക്ക്. സ്വലാത്തുള്ള ആരാ നഫീസത്തുൽ മിസ്രിയ? ആരാണവർ? അവർ തുല്യയല്ലേ? അവരെ ചൊല്ലുവാൻ സനത്തിനാല് 100 ചാദർ 10 ജബദനിൽ പക്കായ മക്ക ദിക്കാരിൽ ഊദിത്ത് പൊന്നിവർ മൗത്ത് ഹിജ്റ 200 മാട്ട് പുരിദാറമളനിലുള്ളൊരു ജുമാ നാളിൽ തിട്ട്. റമളാനിലെ ജുമാക്ക് മരിച്ചു. ആര്? നഫീസത്തുൽ മിസ്രിയ. എപ്പോഴാ മരിച്ചത്? മൈദ സൂറത്ത് തീരും മുമ്പ് മൗതായാനേ. മായിദ സൂറത്ത് ഓതിയും കൊണ്ടിരിക്കുമ്പോ കെലിമല്ലി മരിച്ചു. ആര്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. എന്തിക്ക്? വൽആഖിബതു ലിൽ മുത്തഖീൻ വൽആഖിബതു ലിൽ മുത്തഖീൻ. നല്ലൊരു നല്ല കുലത്തിൽ മരിക്കും. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഏത് വഴിയാണ് നല്ലത്? വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ. ഇത് ഞാൻ തമാശ പറഞ്ഞതല്ല. ചൊല്ലുവാൻ സനത്തിനാൽ 100 ചദർ 10 ജബദനിൽ പക്കായ മക്ക ദിക്കതിൽ ഉദിട്ട് 100 ചദർ 10 40 3 2 5 145 മക്കയിൽ ജനിച്ചു. പൊന്നെ മനസ്സിലായില്ലേ? ജ അറബിയിലെ അക്ഷരക്കണക്കാണ്. 3 2 ചൊല്ലുവാൻ സനത്തിനാൽ 100 ചദർ 10 ജബദനിൽ പക്കായ മക്ക ദിക്കതിൽ ഉദിട്ട് പൊന്നിവർ മൗത്ത് ഹിജ്റ 200 മാട്ട് പുരിദാറമളനിലുള്ളൊരു ജുമാ നാളിൽ തിട്ട്. പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട്. 200 ആട്ട് ഇപ്പൊ എത്ര? 208. 145 ജനിച്ചിട്ട് 208 മരിച്ചു. എത്ര വയസ്സ്?
കാൽക്കുലേറ്റർ എടുക്കണ 63. അഥവാ സിന്നുന്നബി ഹബീബ് 63, സിദ്ദീഖ് 63, നഫീസത്തുൽ 63. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാണ് മായിദ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. മായിദ സൂറത്ത് ഓടിക്കൊണ്ടേ ഇരിക്കുന്നു, അപ്പോഴാ വഫാത്തായത്. ചിന്തിക്കും. ഏതായാലും അതെ, മുഅ്മിനീങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട റമളാനിലാണ് വഫാത്തായത് എന്ന് മാത്രമല്ല, ജുമുഅയിലാണ് വഫാത്തായത്. റമളാനിലെ ജുമുഅ ദിവസം വഫാത്തായി. നിങ്ങൾ ചിന്തിക്കണം, ആരായിരുന്നു അവരെല്ലാം? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ആദരവ് നൽകിയ മഹത്തുക്കളായ സാലിഹീങ്ങൾ. വൽആഖിബതു ലിൽ മുത്തഖീൻ, വൽആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾ നല്ല രൂപത്തിൽ മരിക്കും എന്നാണ്. ഉംറയിൽ മഹാനായ സ്വലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണാധികാരികളിൽ ഏറ്റവും പ്രധാനിയാണ്. 90 ആളുകളെയും കൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയത്. ജൂതന്മാർ അതിൽ തമ്മാടിത്തരം ചെയ്തപ്പോൾ എത്ര 90,000 അല്ല, എത്ര 90% 90. ഖുദ്സിന്റെ താഴ്വരയിൽ അതാ പറഞ്ഞില്ലേ, ഇസ്രായേലിനെ കാത്തു കിടന്ന് ചിരിച്ച ആളുകളിൽ ഒരാളാണ് സ്വലാഹുദ്ദീനുൽ അയ്യൂബി. ഭയങ്കര മഹാനാ. ഇസ്രായേലിനെ കാത്തു കിടന്ന് ചിരിച്ചു എന്നാ ചരിത്രം. ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ലക്ഷക്കണക്കായ മനുഷ്യരെ ആ മയ്യത്ത് നിസ്കരിച്ചത്. ലക്ഷക്കണക്കായ ആളുകൾ മയ്യത്ത് നിസ്കരിച്ചു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം 40,000 ജൂത ക്രിസ്ത്യാനികൾ മുസ്ലിമായി. എത്ര 40,000 മുസ്ലിമീങ്ങൾ നിസ്കരിച്ച മാത്രമല്ല, 40,000 ജൂത ക്രിസ്ത്യാനികൾ മുസ്ലിമായി. അന്ന് ഇബ്നു അസാകിർ തന്റെ തബഖാത്തു ശാഫിഇയ്യയിൽ പറയുന്നുണ്ട്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം 40,000 ജൂത ക്രിസ്ത്യാനികൾ മുസ്ലിമായി. ചിന്തിക്കും. എന്തിന്? ഇക്റാമൻ വഹ്തിറാമൻ, അവരോടുള്ള ഒരു ബഹുമാനം കാരണത്താൽ അവരെ വഴിയെ നിലനിർത്താൻ വേണ്ടി. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട സമുദായമേ. അല്ലാഹു തആല മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ നോക്കൂ നിങ്ങൾ. മഹാനായ അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വലാ ഉബാലി ബിശൈൻ വലാ ബിമലക്കിൽ മൗതി, എനിക്ക് മലക്കുൽ മൗത്തിനെ പേടിയില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? അശൈഖ് മുഹീദ്ദീൻ. എന്നെ പിടിച്ചോ മുരീദി തമസ്സക് ബി വകും ബി വാസിഖ ഫഹ്മിക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചാല് ഞാൻ ഇവിടെ അവിടെയും രക്ഷപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ബുദ്ധി വേണം, തലച്ചോറ് വേണം. തലച്ചോറുണ്ടായാൽ പോലെ അള്ളാഹു മൗഹിബത്തായി കൊടുക്കണം. ചില കാര്യമൊക്കെ പഠിച്ച തമ്പുരാന് മൗഹിബത്തായി നൽകും, മൗഹിബത്തായിട്ട് കൊടുക്കും. അതൊക്കെ റബ്ബിന്റെ മൗഹിബത്താണ്. അള്ളാഹു അത് നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. മുരീദി തമസ്സക് ബി വകും ബി വാസിഖ വഹ്മിക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. ഞാൻ ഈ ചരിത്രം ഉദ്ധരിക്കുന്നത് എവിടുന്നാണെന്നറിയോ? നദ്വി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവ എന്നാണ്. വേറൊരിടത്ത് ചരിത്രം ഇല്ലാത്തതുകൊണ്ടല്ല. നദ്വി സാഹിബിനെ ഇവിടെ പല ആളുകളും പരിഭാഷപ്പെടുത്താറുണ്ട്, എന്നാലും ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയില്ല. ഞാനിവിടുത്തെ ജനനേതാക്കളോട് പറയാണ്, നിങ്ങളെങ്കിലും ആ പണിയെടുക്കണം. റിജാൽ ഫിക്രി വദ്ദഅവ 4 വാള്യമുണ്ട്. റിജാൽ ഫിക്രി വദ്ദഅവ സമുദായത്തിന് വേണ്ടി കറാമത്തിന്റെ സേവനം ചെയ്ത മഹാന്മാരെ വിശദീകരിക്കുകയാണ്. ഖാദിരി ത്വരീഖത്തിലെ ശൈഖും കൂടിയാണ് നദ്വി സാഹിബ്, വലിയ മഹാനുമാണ് അദ്ദേഹം. ഫല്യകുൻ ഫീഹി മാ യകൂൻ, ഇതൊക്കെ പറഞ്ഞിട്ട് വരുന്നത് വരും. ഖാദിരി ത്വരീഖത്തിലെ ശൈഖാണ്. 20 ഈ കേരളത്തിലുണ്ടല്ലോ ബഹുമാനപ്പെട്ടവരിൽ ദിക്റിന്റെ ഇജാസത്ത് വാങ്ങിയ ആളുകൾ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശംസുൽ ഉലമ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. അതിന് വേണം ബുദ്ധി, മനസ്സിലായി. ഇത് വേണം. വളരെ അങ്ങോട്ട് പോയി ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അങ്ങോട്ട് പോയി, റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവരിങ്ങോട്ടും വന്നു, ഇങ്ങോട്ടും ആദരിച്ചു, അങ്ങോട്ടും ആദരിച്ചു. അവരിങ്ങോട്ടും വന്നു, ഇവിടുന്ന് അങ്ങോട്ടും പോയി. ഒരു നിലക്ക് ഇങ്ങോട്ടാണ് കൂടുതൽ ആദരിച്ചത്.
കാരണം ലക്നൌവിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എങ്ങനെയാ ഷെയ്ഖ് സായിദ് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഷെയ്ഖ് സായിദ് ഫ്ലൈറ്റിലാണ് ആളെ എത്തിച്ചത് ലക്നൌവിലേക്ക്. നദീബ് സാഹിബ് മരിച്ചു. ആ നദീബ് സാഹിബ് കേരളത്തിൽ ശംസുല്ലമയെ കാണാൻ ഇങ്ങോട്ട് വന്നു. ചിന്തിക്ക്, അവരൊക്കെ ഖാദിരി ത്വരീഖത്തിന്റെ കഴിഞ്ഞ ഉമ്മത്തിലെ മശായിഖന്മാരാണ് അവരൊക്കെ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഒരു ഭാഗം ആളുകൾ ഇവരൊക്കെ ആരാന്ന് പഠിച്ചില്ല. പിന്നെ അവരുടെ ചില ഭാഗങ്ങൾ സന്ദർഭത്തിൽ അടർത്തിയെടുത്ത് ചിലർ പരിഭാഷപ്പെടുത്തിയപ്പോൾ മറ്റു ചിലർ മനസ്സിലാക്കി അവരൊക്കെ അവരാളുകളാണ്. ഉമർ മുഖ്താറിനെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചില ആളുകൾ പരിചയപ്പെടുത്തി. അത് സുന്നികൾക്ക് ഈ വിഷയത്തിൽ വലിയ കുരുത്തക്കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലരും വിചാരിച്ചു ഉമർ മുഖ്താർ ഒരു ഉൽപ്പതിഷ്ണുവാണ്. സത്യത്തിൽ ഉമർ മുഖ്താർ ഖാദിരി ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. 20-ാം നൂറ്റാണ്ടിലെ ഖാദിരി ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽ ഒരാൾ ഉമർ മുഖ്താറാണ്. ഇതൊന്നും എനിക്ക് പിച്ചുമ്പയും പറയല്ല, തെളിവോടുകൂടെ പറയാം. 20-ാം നൂറ്റാണ്ടിൽ എൻ്റെ കയ്യിൽ രേഖണ്ടായിട്ട് പറയാം. ലിബിയയുടെ രാഷ്ട്രപിതാവ് ഉമർ മുഖ്താർ റഹിമഹുല്ലാഹ് ലിബിയയുടെ രാഷ്ട്രപിതാവാണ്. ഇന്നത്തെ ഗദ്ദാഫി അല്ല. പോർച്ചുഗീസുകാരിൽ നിന്ന് ലിബിയയെ മോചിപ്പിക്കാൻ സമരം ചെയ്തിട്ട് ഷഹീദായി മരിച്ച ആളാണ് ഉമർ മുഖ്താർ റഹിമഹുല്ലാഹ് ഖാദിരി ത്വരീഖത്തിന്റെ ഷെയ്ഖ്. ചിന്തിക്കണം, അവരുടെയൊക്കെ നോക്കൂ, നിങ്ങൾ വളരെ ചിന്തിക്കണം. പറയട്ടെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മലക്കുൽ മൗത്തിന് എനിക്ക് പേടിയില്ല. എങ്ങനെ പേടി ഉണ്ടാവുക? വേറെന്തുകൊണ്ട് പറയും. 70,000 ആളുകൾ സദസ്സിലുണ്ടാവും. എത്ര 70,000 എന്ന് പറഞ്ഞാൽ 70,000 തന്നെയാ. അല്ലാതെ 50,000 സ്ഥലമില്ലാത്തോടത്ത് 8 ലക്ഷം എന്ന് പറയല്ല. 70,000 തന്നെയാ. അങ്ങനെ അത് ഒറിജിനൽ 70,000. നിങ്ങൾ വിചാരിക്കണ്ട. ഒന്നിരിക്കൽ പാട വലുതാകണം, അല്ലെങ്കിൽ മനുഷ്യന്മാര് കടുകുമണിയാവണം. രണ്ടാലുണ്ടാവണം. ഒന്നിരിക്കൽ സദസ്സിനെ അള്ളാഹു തആല കറാമത്തുകൊണ്ട് മലപ്പുറം ജില്ലയെ പോലെ വലുതാക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മനുഷ്യന്മാര് കടുകുമണിന്റെ വലിപ്പം ഇങ്ങോട്ടാവണം. അല്ലെങ്കിൽ അപ്പാടത്തെ 8 ലക്ഷം പോയിട്ട് 4 ലക്ഷം കൊള്ളൂല. ചിന്തിക്കണം. പറയുന്നതിനൊന്നും ഒരു ലൈസൻസ് ഇല്ല. എന്താ ചെയ്യാ? ഇനി അതിനെ ഇന്ന വേട്ടയാടും. ചുരുക്കത്തിൽ പറയണ്ടല്ലേ? നിങ്ങൾ ചിന്തിക്ക്, എന്തൊരു വിഡ്ഢിത്തരായി പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് നദീബ് സാഹിബ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 ആളുകൾ സദസ്സിലുണ്ടായിരുന്നു. അവർക്ക് വയറു പറഞ്ഞിരുന്നു. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എല്ലാരും കേൾക്കും. എല്ലാരും നൂറുകണക്കായ ആളുകൾ ബോധരഹിതരായി വീഴും. ആ അങ്ങനെയുള്ള മഹാനായിരുന്നു ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. കലിമ ചൊല്ലി കാത്തുകിടന്നു എന്ന് മാത്രമല്ല, വലാ ഉബാലി ബിമലക്കിൽ മൗതി. മകൻ വന്നിട്ട് ചോദിച്ചു, ഔസിനി യാ അബി, ഉപ്പ ഒരു വസിയത്ത് പറഞ്ഞേരി മരിക്കണ നേരത്ത്. അപ്പോൾ പറഞ്ഞു, ലാ തഖഫ് സിവല്ലാഹൻ സിവല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരാളെയും നീ പേടിക്കരുത്. അവസാനത്തെ വസിയത്ത് അതാ. ആരുടെ? മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഒരാളെ പേടിക്കണ്ട. ലാ തഖഫ് അഹദൻ സിവല്ലാഹ്, ലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരാളെയും പേടിക്കണ്ട എന്ന് പറയും. ഇനി നിങ്ങൾ ചിന്തിക്കണം.